വെൽക്കം ടു ടാക്സ് ടോക്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇസ് മാർജിനൽ റിലീഫ്. പക്ഷേ മാർജിനൽ റിലീഫിനെ പറ്റി പറയുന്നതിന് മുമ്പേ ഐ ഹാവ് ടു ടോക്ക് അബൌട്ട് സർചാർജ്. കാരണം മാർജിനൽ റിലീഫ് വരാനുള്ള കാരണം സർചാർജ് എന്ന വില്ലനാണ്. സർചാർജ് ഇസ് എ ടാക്സ് ഓൺ ടാക്സ്. ഇറ്റ് ഇസ് എൻ അഡീഷണൽ ടാക്സ്. അതെല്ലാവരും പേ ചെയ്യേണ്ട, സൂപ്പർ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ മാത്രം പേ ചെയ്യേണ്ട ഒരു അഡീഷണൽ ടാക്സ് ആണ് സർചാർജ്. അപ്പോൾ ഈ സർചാർജും മാർജിൻ റിലീഫും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ റേറ്റ് ഓഫ് ടാക്സസ് 30%. പിന്നെ പാർട്ട്ണർഷിപ്പ് ഫേം എപ്പോഴാണ് സർചാർജ് അടയ്ക്കേണ്ടതെന്നെങ്കിൽ 1 crore കൂടുതൽ നെറ്റ് ഇൻകം ഉണ്ടെങ്കിൽ മാത്രം അവർ 12% സർചാർജ് അടയ്ക്കണം. അപ്പോൾ നമുക്ക് മമ്മൂട്ടി ആൻഡ് കമ്പനി എന്ന് പറഞ്ഞൊരു പാർട്ട്ണർഷിപ്പ് ഫേമിനെ എടുക്കുക. മമ്മൂട്ടി ആൻഡ് കമ്പനിയുടെ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ നെറ്റ് ഇൻകം ഇസ് 1 crore. ആ 1 crore മുകളിൽ അവർ 30% ടാക്സ് അടയ്ക്കണം. 30%, 1 crore 30% എന്ന് പറഞ്ഞാൽ 30 lakh. മമ്മൂട്ടി ആൻഡ് കമ്പനിയുടെ ഇൻകം ഡസ് നോട്ട് ക്രോസ് 1 crore. അതുകൊണ്ട് അവർക്ക് സർചാർജ് വരില്ല. എല്ലാവരും ചെയ്യണ പോലെ മമ്മൂട്ടി ആൻഡ് കമ്പനി ഹാസ് ടു പേ എ സെസ് ഓഫ് 4%. ആ സെസ് വരിക 1,20,000. അങ്ങനെ 31,20,000 ആണ് മമ്മൂട്ടി ആൻഡ് കമ്പനിയുടെ ടോട്ടൽ ടാക്സ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ഫേമിനെ എടുക്കാം. അടുത്ത ഫേം എന്ന് പറയുന്നത് മോഹൻലാൽ ആൻഡ് കമ്പനിയാണ്. മോഹൻലാൽ ആൻഡ് കമ്പനിയുടെ നെറ്റ് ഇൻകം 1 crore 1 lakh ആണെന്ന് വിചാരിക്കൂ. ആ 1 crore 1 lakhൻ്റെ മുകളിൽ മോഹൻലാൽ ആൻഡ് കമ്പനി ഹാസ് ടു പേ എ ടാക്സ് ഓഫ് 30%. അത് മാത്രം പോരാ, സിൻസ് മോഹൻലാൽസ് നെറ്റ് ഇൻകം ഇസ് എബവ് 1 crore, മോഹൻലാൽ കമ്പനിക്ക് സർചാർജ് അടയ്ക്കണം 12%. ആ 12% സർചാർജ് അടയ്ക്കേണ്ടത് ടാക്സിൻ്റെ മുകളിലാണ്. 30 lakh 30യുടെ മുകളിൽ വീണ്ടും ഒരു അഡീഷണൽ സർചാർജ്. സൂപ്പർ റിച്ച് ആയ കാരണം 1 crore മുകളിൽ പോയാലാണ് നമ്മളൊരു ഫേമിനെ സൂപ്പർ റിച്ച് എന്ന് പറയുക. അതുകൊണ്ട് മോഹൻലാൽ ആൻഡ് കമ്പനി ഹാസ് ടു പേ എ സർചാർജ് ഓഫ് 12% ഓൺ 30,30,000 വിച്ച് കംസ് ടു 3,63,600. അങ്ങനെ വന്നപ്പോൾ മോഹൻലാൽ ആൻഡ് കമ്പനിയുടെ ടാക്സ് ലയബിലിറ്റി ഇപ്പോൾ വന്നത് 33,93,600. ഇപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഒന്ന് നോക്കൂ. മോഹൻലാലിന് മമ്മൂട്ടിയേക്കാൾ ഇൻകം കൂടിയത് വെറും 1 lakh. ആ വെറും 1 lakh ഇൻകം കൂടിയതിന് മോഹൻലാലിനോട് നമ്മൾ ചോദിക്കുന്ന എക്സ്ട്രാ ടാക്സസ് 3,93,600 എന്ന് പറഞ്ഞാൽ ഒരു കുന്നിക്കുരോളം ഇൻകം കൂടിയതിന് മോഹൻലാലിനോട് നമ്മൾ കുന്നോളം ടാക്സാണ് ചോദിക്കുന്നത്. 1 lakh ഇൻകം കൂടിയതിന് ഓൾമോസ്റ്റ് 4 lakh ടാക്സ് ചോദിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും മോഹൻലാൽ ഇങ്ങനെ ആയിരിക്കും പ്രതികരിക്കുക. അങ്ങനെ വന്നപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് മോഹൻലാലിനോട്, നിങ്ങളിന്ന് 33,93,600 ടാക്സ് അടയ്ക്കേണ്ട. മോഹൻലാൽ അടയ്ക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് മമ്മൂട്ടി അടയ്ക്കേണ്ട ടാക്സ് എന്തായാലും മോഹൻലാൽ അടയ്ക്കണം എന്ന് പറഞ്ഞാൽ 30 lakh. അതിൻ്റെ കൂടെ ആ 30 lakhsൻ്റെ കൂടെ മോഹൻലാൽ അടയ്ക്കേണ്ട എക്സ്ട്രാ ടാക്സസ് ഓൺലി ഇൻകം ഇൻ എക്സസ് ഓഫ് 1 crore. ഇൻകം ഇൻ എക്സസ് ഓഫ് 1 crore എന്ന് പറഞ്ഞാൽ മോഹൻലാൽ അടയ്ക്കേണ്ട ടാക്സസ് ഓൺലി അഡീഷണൽ 1 lakh. എന്ന് പറഞ്ഞാൽ ദ മാക്സിമം ടാക്സ് ലയബിലിറ്റി ഓഫ് മോഹൻലാൽ ഇസ് നൗ 30 lakhs. അതായത് 1 crore അടയ്ക്കേണ്ട ടാക്സ് പ്ലസ് ഇൻകം ഇൻ എക്സസ് ഓഫ് 1 crore, വിച്ച് മീൻസ് മോഹൻലാൽസ് ടാക്സ് ലയബിലിറ്റി വിൽ കം ടു 31 lakh. ഡിഫറൻസ് ആണ് നമ്മൾ മോഹൻലാലിന് ഒരു റിലീഫ് ആയിട്ട് കൊടുക്കുന്നത്, ഒരു ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. ആ റിലീഫിൻ്റെ പേരാണ് മാർജിനൽ റിലീഫ്. സോ മോഹൻലാൽസ് മാർജിനൽ റിലീഫ് ഇസ് ഈക്വൽ ടു 33,93,600 മൈനസ് 31 lakh, വിച്ച് ഇസ് 2,93,600. ബാക്കിലോട്ട് പോയിട്ട് മാത്രമേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. മാർജിൻ റിലീഫ് എന്ന് പറഞ്ഞ ഈ സംഗതി ഇങ്ങനെ ബാക്ക്വേർഡ് പോയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സോ മോഹൻലാൽ വിൽ ബി എലിജിബിൾ ഫോർ എ മാർജിനൽ റിലീഫ് ഓഫ്
2,93,600. പ്ലസ് ഓഫ് കോഴ്സ് 31 ലാക്കിൻ്റെ മുകളിൽ മാർജിനൽ റിലീഫിന് ശേഷം ഉള്ള 31 ലാക്കിൻ്റെ മുകളിൽ 4% സെസ്സും മോഹൻലാൽ എന്തായാലും പേ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാർജിൻ റിലീഫിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. നമുക്ക് വീണ്ടും ഒരു എക്സാമ്പിളും കൂടി എടുത്തിട്ട് മാർജിൻ റിലീഫ് എക്സ്പ്ലെയിൻ ചെയ്യാം. ലെറ്റ്സ് ടേക്ക് ജയസൂര്യ. ജയസൂര്യ ആൻഡ് കമ്പനിയുടെ നെറ്റ് ഇൻകം ഇസ് 1,05 lakh. ആ 1,05 lakhൻ്റെ മുകളിൽ ജയസൂര്യ അടയ്ക്കേണ്ട ടാക്സസ് 30%. 30% ഓഫ് 1,05 lakh which will be equal to 31,50,000. അതിൻ്റെ പുറമെ സർചാർജ് 12% ഓൺ 31,50,000 എന്ന് പറഞ്ഞാൽ 3,78,000. അങ്ങനെ ജയസൂര്യയുടെ ടോട്ടൽ ടാക്സ് അറ്റ് ദിസ് സ്റ്റേജസ് 35,28,000. കുറച്ച് ഇൻകം കൂടിയതിന്, അതായത് 5 lakh ഇൻകം കൂടിയതിന് 5,28,000 എക്സ്ട്രാ ടാക്സ് അടയ്ക്കേണ്ടി വന്നു. കുന്നിക്കുരോളം ഇൻകം 5 lakh കൂടി, കുന്നോളം ടാക്സസ് 5,28,000. 1 crore ഇൻകമുള്ള ആൾക്കാരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇഫ് ഇൻക്രീസ് ഇൻ taxes is higher than increase in income, the benefit of margin relief is available. അങ്ങനെ വന്നപ്പോൾ ജയസൂര്യയോട് നമ്മൾ പറഞ്ഞു, ജയസൂര്യ മാക്സിമം അടയ്ക്കേണ്ട ടാക്സസ് 30 lakhs പ്ലസ് ഇൻകം ഇൻ എക്സസ് ഓഫ് 1 crore. ഇൻകം ഇൻ എക്സസ് ഓഫ് 1 crore എന്ന് പറഞ്ഞാൽ 5 lakh. അങ്ങനെ വന്നാലും ജയസൂര്യ നീഡ് ടു പേ എ മാക്സിമം ടാക്സ് ഓഫ് ഓൺലി 35 lakh. ദ ഡിഫറൻസ്, അതായത് 35,28,000 minus 35 lakh, 28,000 is called as marginal relief. ഇവിടെയും അതെ, ബാക്ക്വേർഡ് കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് നമ്മൾ മാർജിൻ റിലീഫ് അറൈവ് ചെയ്തത്. ഓഫ് കോഴ്സ് 35 lakhൻ്റെ മുകളിൽ വീണ്ടും ജയസൂര്യ ഹാസ് ടു പേ 4% സെസ്. ഈ രണ്ട് എക്സാമ്പിളിൽ നിന്ന് നമുക്ക് വേറൊരു കാര്യവും മനസ്സിലാവാം. When income increases, amount of margin relief decreases. Mohanlal could claim a margin relief of 2,93,600, whereas Jayasuriയുടെ margin relief was only 28,000. അങ്ങനെ ഇൻകം കൂടുന്തോറും മാർജിൻ റിലീഫ് കുറഞ്ഞേ വരും. ആൻഡ് അറ്റ് വൺ സ്റ്റേജ് മാർജിൻ റിലീഫ് വിൽ ബി ഈക്വൽ ടു 0. എപ്പോഴാണ് മാർജിൻ റിലീഫ് വിൽ ബി ഈക്വൽ ടു 0? ഇൻക്രീസ് ഇൻ ഇൻകം ഇസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ ടാക്സസ്. അതുവരെ നമുക്ക് മാർജിൻ റിലീഫ് കിട്ടുള്ളൂ. വൺസ് ഇൻക്രീസ് ഇൻ ഇൻകം ഇസ് മോർ ദാൻ ഇൻക്രീസ് ഇൻ ടാക്സസ്, മാർജിൻ റിലീഫ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. മാർജിൻ റിലീഫ് ഇസ് അവൈലബിൾ ഓൺലി വെൻ ഇൻക്രീസ് ഇൻ ടാക്സസ് ഇസ് ഹയർ ദാൻ ഇൻക്രീസ് ഇൻ ഇൻകം ഓൺ കമ്പാരിസൺ വിത്ത് 1 crore. നമുക്ക് നമ്മുടെ എക്സാമ്പിൾ കണ്ടിന്യൂ ചെയ്യാം. ഒരു ഫേമും കൂടിയും നമുക്ക് എടുക്കാം. ലെറ്റ്സ് ടേക്ക് പൃഥ്വിരാജ് ആൻഡ് കമ്പനി. പൃഥ്വിരാജ് ആൻഡ് കമ്പനിയുടെ നെറ്റ് ഇൻകം ഇസ് 1,06 lakh. 1,06 lakhന് ദേ ഹാവ് ടു പേ എ ടാക്സ് ഓഫ് 30%, 31,80,000. അതിൻ്റെ കൂടെ പൃഥ്വിരാജ് ആൻഡ് കമ്പനി ഓൾസോ ഹാസ് ടു പേ എ സർചാർജ് ഓഫ് 3,81,600. അങ്ങനെ 35,61,600 ആണ് ഇപ്പോൾ സർചാർജ് അടക്കം പൃഥ്വിരാജ് ആൻഡ് കമ്പനിയുടെ ടാക്സ് വന്നത്. ഇപ്പോൾ നമുക്ക് മമ്മൂട്ടിയായിട്ട് വീണ്ടും കമ്പയർ ചെയ്യാം. മമ്മൂട്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പൃഥ്വിരാജ് ആൻഡ് കമ്പനിയുടെ നെറ്റ് ഇൻകം ഈസ് മോർ ബൈ 6 lakh. Increase in income is 6 lakh, but increase in taxes is only 5,61,600. In other words, margin relief നമുക്ക് പൃഥ്വിരാജിന് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ മാർജിൻ റിലീഫ് ഇസ് അവൈലബിൾ, മാർജിൻ റിലീഫ് ഇസ് അപ്ലിക്കബിൾ ഓൺലി വെൻ ഇൻക്രീസ് ഇൻ ടാക്സസ് ഇസ് ഹയർ ദാൻ ഇൻക്രീസ് ഇൻ ഇൻകം. അപ്പോൾ പൃഥ്വിരാജൻ കമ്പനിക്ക് മാർജിൻ റിലീഫ് ഇസ് 0. 35,61,600ൻ്റെ മുകളിൽ വീണ്ടും ദേ ഹാവ് ടു പേ 4% സെസ്. ഇതാണ് മാർജിൻ റിലീഫിൻ്റെ വേരിയസ് എക്സാമ്പിൾസ്. I hope you have understood the concept. Thank you so much.